ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരിപ്പൂവിന് വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. നമ്മുടെ ചന്ദ്രയ്ക്ക് 24 മണിക്കൂർ രേവതിയെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലല്ലേ. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ചന്ദ്ര എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചെടുക്കും. അങ്ങനെ രേവതിനെ കുറ്റം പറയുന്നത് ചന്ദ്രയ്ക്ക് മാത്രമല്ല, നമ്മുടെ ശ്രുതിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നാൽ വർഷയ്ക്ക് എങ്ങനെയല്ല, രേവതിനെ കുറ്റം പറയുന്ന സമയത്ത് ചെറുതായിട്ടാണെങ്കിലും നമ്മുടെ വർഷ ചന്ദ്രയോടായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന നേരത്തെ കഴിഞ്ഞു പോയൊരു എപ്പിസോഡിനെ റിലേറ്റ് ചെയ്തിട്ടൊരു ഭാഗമാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചന്ദ്ര നേരത്തെ ഒരു തവണ വർഷയുടെ അമ്മ വീട്ടിലേക്ക് വരുന്ന സമയത്ത് രേവതിയുടെ കുടുംബത്തിനെ പറ്റിയും രേവതി കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് സ്വർണവും പണവും മാത്രമേ കൊണ്ടുവന്നുള്ളൂ എന്നൊക്കെ രീതിക്ക് ഒരു കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കേണ്ടത്. ഈ സമയത്ത് നമ്മുടെ രേവതിക്ക് വല്ലാതെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വർഷയുടെ അമ്മ പോയതിനു ശേഷം രേവതി ഈ ഒരു കാര്യം ചന്ദ്രയോട് ചോദിക്കുന്നുണ്ടല്ലേ. എന്നാൽ ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്ന മറുപടി രേവതിയെ വല്ലാതെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേവതി ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുന്നുണ്ടല്ലേ. അതായത് തന്റെ സ്വർണ്ണങ്ങളെല്ലാം, അതായത് താലിമാല സഹിതം എല്ലാം തന്നെ ചന്ദ്രയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും ഒരു തരി സ്വർണ്ണം ഞാൻ ഇടുകയാണെങ്കിൽ എൻ്റെ സച്ചിയുടെ മേടിച്ചു തന്നാൽ മാത്രമേ ഞാൻ ഇടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് സച്ചിയുടെ മുന്നിൽ വെച്ചാണ് പറയുന്നത്. കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടല്ലേ. അപ്പൊ അതിനുശേഷവും പലതവണയായിട്ട് നമ്മുടെ ചന്ദ്ര രേവതിനെ കുറ്റപ്പെടുത്തുകയും കളിയാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ പൊങ്കൽ എപ്പിസോഡാണ്. പൊങ്കൽ എപ്പിസോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരികെ വീട്ടിൽ വന്ന് സച്ചി ജോലിക്കൊക്കെ പോയതിനു ശേഷം ഒരു ദിവസം സച്ചി ഓടിക്കളിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അതിനുശേഷം അച്ഛനെയും അമ്മയെയും ശ്രീകാന്ത്, വർഷ, ശ്രുതി, അതുപോലെ തന്നെ ശ്രുതി, അങ്ങനെ എല്ലാവരും വിളിച്ചു വരുത്തുന്നത് കൂടെ രേവതിയെ കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയ, നീ എന്തിന് ഇത്ര ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നത്, ഇതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ, ഞാനെന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് നെഗറ്റീവ് മാത്രമല്ല പറയാനുള്ളത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അതിനുശേഷം സച്ചി പറയുകയാണ്, എല്ലാവരും മുന്നിൽ വെച്ച് തന്നെ ഞാനൊരു സൂത്രം കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നൊരു താലിമാല എടുക്കണം കേട്ടോ. ഈ താലിമാല എടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാം, ഞാൻ രേവതിക്ക് മേടിച്ചതാണ് അച്ഛ എന്ന് പറയുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് രവിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മാത്രമല്ല സന്തോഷം കാരണം നമ്മുടെ രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസൂയൊക്കെ ഉണ്ടെങ്കിൽ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇവന്റെ ചാട്ടം കണ്ടു കഴിഞ്ഞാൽ തോന്നും എന്തോ കിലോ കണക്കിന് മേടിച്ച് വന്നോളെയാന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻ കളിയാക്കാണ്. അപ്പൊ ചന്ദ്രയുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിയും മുഖത്തോടും മുഖം നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നൊക്കെ ഉണ്ട്. വേഗം തന്നെ രവി പറയുന്നുണ്ട്, നിന്നെ പോലെ സ്വർണ്ണത്തിന്റെ കണക്ക് നോക്കിയല്ല ചന്ദ്ര സ്നേഹം കാണേണ്ടത്, രേവതി മോൾക്ക് ഒരു തരി സ്വർണം കിട്ടിയാലും സച്ചി മേടിച്ചതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും എന്നൊക്കെ രവി പറയുകയാണ് കേട്ടോ. അതിനുശേഷം താൻ മേടിച്ച മാല രേവതിയുടെ കയ്യിലേക്ക് സച്ചി കൊടുക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, ഇത് ഞാൻ ഇപ്പൊ ഇടില്ല, ഒരു തവണ ഒരു താലിമാല ഊരി വെച്ചതാണ്, അപ്പൊ ഇതൊരു ചടങ്ങ് രീതിക്ക് തന്നെ എന്റെ ആഗ്രഹപ്രകാരം തന്നെ ഇടണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ രേവതി പറയുകയാണ്. അതിനുശേഷം മാലയുമായിട്ട് തിരികെ പോകുന്ന സമയത്ത് ചന്ദ്രയെ തിരിഞ്ഞു നോക്കിയിട്ട് രേവതി പറയുന്നുണ്ട്, ഒരു അമ്മയുടെ ആഗ്രഹം നേടിത്തരുന്നതിന് വേണ്ടി മകൻ എന്തും ചെയ്യാൻ തയ്യാറാവും, പക്ഷേ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അവൾ എടുത്തിരിക്കുന്ന പ്രതിജ്ഞ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത് എന്റെ സച്ചിയേട്ടൻ മാത്രമാണെന്നൊക്കെ നമ്മുടെ രേവതി പറയാണ്. ഇത് കേട്ട് ഇഷ്ടപ്പെടാത്ത രീതിക്ക് തന്നെ നിൽക്കട്ടെ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും എല്ലാം തന്നെ. എന്തൊക്കെ വന്നാലും നമ്മുടെ രേവതിക്ക് സച്ചി കൊണ്ടുപോകുന്ന സ്വർണ്ണം അല്ല എന്താണെങ്കിലും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യം നമ്മുടെ സച്ചി ചെയ്ത് രേവതിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് നൽകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.